എന്റെ ബോഡിയിൽ എന്റെ ഇഷ്ടമില്ലാതെ ഒരു പുരുഷൻ പിടിക്കുന്നത്, തൊടുന്നത് 100% തെറ്റാണ്. അതുകൊണ്ടാണ് ഷിബില ഐ ആം സോറി എന്ന് വ്യക്തിയോട് അവര് വളരെയധികം സോറി എന്ന് സുരേഷ് ഗോപി അപ്പം തന്നെ പറഞ്ഞത് നല്ല മാതൃകയാണ്. പക്ഷെ അത് ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ നിൽക്കുമ്പോ ഇത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായമുണ്ടോ? ഇങ്ങനെയാണ് ഉണ്ടാവും. പഞ്ച് ഡയലോഗിന് വേണ്ടി സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയാം. ഈ 12 ക്യാമറയുടെ മുമ്പിൽ വെച്ച് MP ആയ മന്ത്രിയായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ട് ചെയ്യും. അപ്പൊ പറഞ്ഞതിന്റെ പഞ്ച് ഡയലോഗിന് പറയും. ഇത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ. ബോബി ചെമ്മണ്ണൂർ ഇനോഗ്രേഷന് കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ ഹണി റോസിന് കൈ തൊടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. പക്ഷെ അവിടെ ഇട്ട് ആ വ്യക്തിയെ ഇവിടെ എന്താ പറയുക ഒരു കറക്കുകയും മാല കാണിക്കുകയും ചെയ്തത് ഇവര് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ട് 5 മാസത്തിന് ശേഷം സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായമേ? നിങ്ങൾക്ക് പഞ്ച് ഡയലോഗ് പറയാം, അതായത് യെസ് പഞ്ച് ഡയലോഗ് പറയാം. പക്ഷെ അങ്ങനെ ആ സ്ത്രീ അങ്ങനെ ചെയ്ത സ്ത്രീ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ കൊടുക്കുന്ന ഒരു കാരണവശാലും യോജിക്കുന്ന കാര്യമില്ല. പക്ഷെ ഇത്രയും ക്യാമറയുടെയും ഇത്രയും പബ്ലിക്കായിട്ട് കാര്യം എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? ആ സെക്ഷൽ അസോൾട്ട് എന്ന വാക്ക് വേണം. ഇന്നലെ 1-2 മുഖ്യധാരാ ചാനലിൽ ഞാൻ പോയിരുന്നപ്പോ അവർ പറഞ്ഞു നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നൊക്കെ. ഞാൻ പെട്ടെന്ന് ഞെട്ടി. സാറേ അതൊക്കെ ഇവിടെ തുടങ്ങുന്നു. കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെയെങ്കിലും വേണം. വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. കാര്യം സ്ത്രീകൾക്ക് നേരെ വെർബൽ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു, വെർബൽ റേപ്പിസ്റ്റ് ആക്കുന്നു, കുറച്ച് കഴിഞ്ഞ് വെർബൽ മാറ്റുന്നു, റേപ്പിസ്റ്റ് മാത്രമാക്കുന്നു. ഞങ്ങൾ പരിഹാരം കഴിച്ച് ജീവിക്കുന്നൊക്കെ അല്ലേ ഈ അനുഭവിച്ച വീഡിയോ ആണോ അവർ പങ്കുവെച്ചത്? മാഡം ഒരു പ്രാവശ്യമല്ല തുടരെയുള്ള സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ചിട്ടുള്ള വീഡിയോകളെല്ലാം ഹണി റോസിനെ വളരെ മോശമാണ്. അദ്ദേഹം പല ദ്വയാർത്ഥങ്ങളും തൃശ്ശൂർ പൂരടക്കമുള്ള ദ്വയാർത്ഥങ്ങൾ തെറ്റാണ്, 100% തെറ്റാണ്. ഇപ്പൊ നിങ്ങളത് ആവർത്തിച്ച് പറയുന്നത് അത് മോശമാണ്. അത് ഒന്നാമത്തെ നിങ്ങളും അയാൾ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയും. പല ഘട്ടങ്ങളിലായിട്ട് അയാൾ ഏത് വാക്കാണ് പ്രയോഗമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് തെറ്റാണെന്ന്. അതെ അങ്ങനല്ലേ? അല്ല ആ വാക്ക് തെറ്റാണ്. എനിക്ക് വേണമെങ്കിൽ എനിക്ക് അല്ല ആ വാക്ക് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ എനിക്കൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനാണെങ്കിൽ ഞാൻ പറയാം. എനിക്ക് വേണമെങ്കിൽ ഞാൻ നന്നായി തർക്കിക്കുന്ന വ്യക്തിയാണ്. ഷഫാഖ് നാസ് എന്ന നടിയെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞത്. ഷഫാഖ് നാസിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലിൽ കുന്തി നടിയായി അഭിനയിച്ച വ്യക്തിയാണിത്. അവർക്കും സുന്ദരിയാണ്, അവരെക്കാൾ സുന്ദരിയാണ് ഹണി റോസ്. അപ്പൊ അവരെ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞത് എന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആരും ഇറക്കിയില്ല. ബോച്ചയെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത് എന്താണ്? ബോച്ച ചെയ്തത് തെറ്റാണ്, അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലർ ആയാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാര് കൂടുള്ള പെൺപിള്ളാരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും, മോശമാക്കും. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കും. ഇതേപോലെ തന്നെ നമ്മുടെ കുമാരി ഹണി റോസോ അല്ലെങ്കിൽ ശ്രീമതി അമല പോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷൻ പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത്, ഒരു പബ്ലിക് ഡെക്കോറം ഉള്ള സ്ഥലത്താണ് പോകുന്നത്. ആ സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് മാന്യതയും മര്യാദയും വേണമെന്ന് പറയുന്നത്. അതായത് പബ്ബ് വേറെ പള്ളിക്കൂടം വേറെ. പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്. പള്ളിക്കൂടത്തിൽ പോകുന്ന ഡ്രസ് ഇട്ട് പബ്ബിൽ പോകണമെന്ന് ആരും പറയുന്നില്ല. ഏതെങ്കിലും ഒരു പബ്ബിലോ നൈറ്റ് ക്ലബിലോ അങ്ങനെ പോകുന്നതിന് യാതൊരു തെറ്റില്ല. പബ്ബിലോ നൈറ്റ് ക്ലബിലോ പോയി നമ്മുടെ കസവ് സാരി എടുത്ത് ഹാഫ് സാരി എടുത്ത് പോകണമെന്ന് ആരും പറയുന്നില്ലല്ലോ. പക്ഷേ അതേപോലെ ഞാൻ എന്തുകൊണ്ടാണ് ഒരു അഭിനേത്രിയുടെ കാര്യം കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ് സൂചിപ്പിക്കാനാണ്. കാര്യം ഹണി റോസിനെ ഞാൻ സ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്നു. ഹണി റോസ് ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, വളരെ ബഹുമാനത്തോടു കൂടി പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസ് ആണ് ഹണി റോസും. മറ്റേ തെലുങ്കില് നമ്മുടെ വീരസിംഹറെഡ്ഡിയിലും നന്ദമൂരി ബാലകൃഷ്ണനും ഒക്കെ നായികയായിട്ട് അഭിനയിച്ചാണ്. അതേപോലെ അമലാപോളും പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. അമലാപോളിന്റെ വിഷയം നിങ്ങൾ കണ്ടു കാണും. എറണാകുളത്തെ പള്ളിയുടെ ഒക്കെ ഒരു കോളേജിൽ പള്ളിയിലച്ചന്മാരും വിദ്യാർത്ഥികളും ഒക്കെ ഇരിക്കുന്ന രീതിയിൽ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സും ഒരു മൈക്രോ മിനി സ്കേർട്ടും ഇട്ട് അവരവിടെ ചെല്ലുന്നത് ഒരു ഡെക്കോറത്തിന്റെ ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പക്ഷെ പറയുമ്പോൾ പ്രകോപിതാവും. അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ചാനലിൽ അതേപോലെ ഒരു ആളെ അങ്ങനെ ഡ്രസ് ഇട്ടി ഒരു വാർത്ത വായിപ്പിക്കും. ഏതെങ്കിലും ഒരു ചാനലിൽ അതേപോലത്തുള്ള ഡ്രസ് കോഡ് ഇട്ട ഒരു വ്യക്തി, ആ ഡ്രസ് കോഡ് ഒരു പ്രശ്നമല്ല, നൈറ്റ് ക്ലബില് പ്രശ്നമല്ല, പബ്ബിന് പ്രശ്നമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലുകളിൽ അത്തരം ഡ്രസ് കോഡ് ഇട്ട് നിർത്തുന്ന വ്യക്തിയെ എന്നാ നിങ്ങൾ വാർത്ത വായിക്കാൻ എന്നോട് പറയും. എന്തുകൊണ്ടാണ്? ഒരു ഡീസൻസി ഡെക്കോറുണ്ട്. ഇത് ആർക്കും അറിയാനിട്ടൊന്നുമല്ല. പക്ഷെ കണ്ണടച്ചിട്ടാക്കുക, കണ്ണടച്ചിട്ടാക്കിയിട്ടല്ലേ പുരോഗമനം ഞാൻ താങ്കളുടെ ശരിയാണ് പറയുന്നത്. താങ്കളുടെ ചാനൽ എടുത്തു.
ഞാൻ പറയുന്നേക്ക് അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ചാനൽ ഇരുത്തൂ എന്ന് പറഞ്ഞാൽ ഇപ്പം പിൻവലിക്കാം. എന്റെ സ്ഥാപനത്തിൽ എന്ത് ഡ്രസ് കോഡ് വേണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ എഡിറ്റോറിയൽ തീരുമാനമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഈ ഡ്രസ് കോഡ് ഒരു മാന്യമായ ഡ്രസ് കോഡ് അല്ല, അല്ലെങ്കിൽ ഡെക്കോറത്തിന് ശരിയായ രീതിയല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. അല്ല സാർ, എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ആ കാഴ്ചപ്പാട് താങ്കളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനലിലും അത്ര റിവീലിംഗ് ആയ ലോ നെഗറ്റീവ് ഒരു ഡ്രസ് ഇല്ലാത്തത്. നിങ്ങളുടെ കാഴ്ചപ്പാട് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. കൊടുത്തോട്ടെ, അത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെ വാദോരാതെ പറയുന്നത് ആവശ്യമില്ലാത്ത ഇടങ്ങളില് വെർബൽ റേപ്പും സെക്ഷൽ അസോൾട്ട് ഒക്കെ എടുത്ത് പ്രയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അവരെ നിരന്തരം പോച്ച സമൂഹ മാധ്യമങ്ങൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കപ്പോഴും ഞാൻ അവർ അങ്ങനെയല്ല പറയുന്നത് ഇങ്ങനെയല്ല പറയുന്നത് അയാൾ പിന്നെയും പിന്നെ ആ വാക്ക് 100% തെറ്റാണ്. നേരത്തെ അല്ല ബോച്ചെ പറഞ്ഞ വാക്ക് ഇവിടെ പറയാൻ പോലും പാടില്ലാത്തൊരു വാക്ക്. അല്ല അല്ല മാഡം, ബോച്ചെ പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ കേൾക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിമർശനം ഹണി റോസിലേക്ക് വരും. അതായത് ബോച്ചെ പറഞ്ഞത് ശരിയല്ല, ബോച്ചെ പറഞ്ഞത് തെറ്റാണ്, ബോച്ചെ മാപ്പ് ചോദിക്കണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹണി റോസിലേക്ക് വിമർശനം വരും. അതുകൊണ്ട് ബോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബോച്ചെ ന്യായീകരിക്കാമെന്ന് പറയുക. ന്യായീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയും പറയുന്നല്ലേ. പക്ഷെ ബോച്ചെ ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല, തെറ്റാന്ന് പറയുന്നുണ്ട്. മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തത്? കേട്ട് കഴിഞ്ഞാൽ ഹണി റോസിന് നേരെയുള്ള സോഷ്യൽ ഓഡിറ്റ്, ഹണി റോസിന് നേരെയുള്ള വിമർശനം വരും. ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഗ്രൗണ്ട് ഇല്ല. അപ്പൊ നേരത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി, അമല അപ്പോൾ ഞാൻ ഒരു ഹണി റോസിനെ മാത്രം പറയാതിരിക്കാനാണ് പറയുന്നത്, ഇനി വേറൊരു നടിയെ മോശമായി പറയാനല്ല. അമല അപ്പോൾ അന്ന് കോളേജിലിട്ട് വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ആങ്കറെ നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കും? അപ്പൊ ഇത് പ്രശ്നം എന്താ അറിയാവോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്, ആരാന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത രസമാണ്. പക്ഷെ അത് സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനും ആവുമ്പോഴേ നമുക്ക് കൊള്ളുള്ളൂ. അതായത് ബാക്കി ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഭയങ്കര പുരോഗമനവാദമാണെന്ന് പറയും. പക്ഷെ അത് നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴേ നമുക്ക് കൊള്ളുള്ളൂ. ഇത് കൃത്യമായ ഒരു ഇരട്ടത്താപ്പാണ്. ഇതൊരു ഫെമിനിസ്റ്റ് ഇരട്ടത്താപ്പാണ്. ക്ഷമിക്കണം പ്ലീസ്. ക്രൈമാണല്ലോ എന്തായാലും പ്രയോഗം നടത്തി, അത് ലൈംഗികമായി ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രയോഗം നടത്തി എന്ന് പറയുന്നത് ക്രൈമാണ്. ആ ക്രൈമിൽ മാപ്പ് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോരാ എന്ന് ആ ഇരയാക്കപ്പെട്ടവർ തീരുമാനിച്ചാൽ അവർ കേസിന് പോവുകയാണ്. ആ കേസിന് പോകുന്നു, അത് ആ നടപടി മുന്നോട്ട് പോകുന്നു. അത് എന്താണ് മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. ഞാൻ ഒന്നുകൂടെ ആ പ്രശ്നം പറഞ്ഞോടെ. ഭാരതീയ ന്യായ സംഹിത 75-ാം വകുപ്പ് 4-ാം ഉപവകുപ്പ് പ്രകാരം സെക്ഷുവലി കളേർഡ് റിമാർക്സ്, ഇതാണ് ശ്രീ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ്. ആ കേസ് ഒരുപാട് നിലനിൽക്കില്ല എന്നറിയാവുന്ന നമ്മുടെ പോലീസുകാർ കുറച്ചുകൂടെ ഗ്രാവിറ്റിയും സ്പൈസും കൂട്ടാനായി ഇനി വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരും. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മൊഴിയെടുപ്പൊക്കെ നടന്നു മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് പോകും. അതായത് കേസിന് ഗ്രാവിറ്റി വേണമല്ലോ, കേസിന് ഒരു ഗുണം വേണമല്ലോ, അത് കൊണ്ടുവരും. അപ്പോ ഈ വിഷയത്തെ ഈ ബോച്ചെ പറഞ്ഞ തമാശ ഒരു സോഷ്യൽ റോങ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, സാമൂഹികമായ ശരിയല്ലാത്ത കാര്യമാണ്. പക്ഷെ ബോധപൂർവം ബോച്ചയെ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും കുറച്ചധികം ദിവസം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൽ കൈയടിക്കുന്നതും ആരാണ്? കാര്യം അങ്ങനെ ബോച്ചെ ജയിലിൽ കിടന്നാൽ അവർക്ക് എന്തോ വിജയം കിട്ടിയെന്നും അവർ പറഞ്ഞ നിലപാട് വിജയിച്ചു എന്ന് കരുതുന്ന ഒരുപാട് പേർ. അതായത് ഇത് രഹസ്യമായിട്ടൊന്നുമില്ല കേട്ടോ, പരസ്യമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖ്യധാര ആങ്കർമാർ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിന് സന്തോഷം എടുക്കുക. ഇതിന്റെ മറുവശം എന്താ അറിയാമോ? എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണ് താല്പര്യം. ഇത് നിങ്ങൾ കൊടുക്കണമെന്നില്ല, കാരണം നിങ്ങളുടെ ചാനലിന്റെ ഇതേപോലെ തന്നെയാണ് മറുഭാഗത്ത് മാധ്യമങ്ങളെ ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ ഡോക്ടർ അരുൺകുമാറിനെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കണ്ടോ പോക്സോ കേസ് വരെ എടുക്കണോ. കാര്യം എന്തുകൊണ്ടാ? ആ എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യം, എല്ലാവർക്കും എല്ലാരെയും ഏറെ കയറ്റണം, എല്ലാവർക്കും എല്ലാവരുടെയും ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് വീഴുന്നതിനെ ചാടി പിടിച്ച് മോശക്കാരാക്കണം. ഈ മാധ്യമങ്ങളെല്ലാം കലോത്സവം കവർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകട്ടെ എന്ന് കൂടെ വിചാരിച്ചല്ലേ. നാളെ ഇതേ ഈ കലോത്സവ വേദികളിൽ നിന്ന് വിനീതും കാവ്യമാധവനും അല്ലെങ്കിൽ മഞ്ജു വാര്യരും നവ്യാനായരും ഒക്കെ ഉയർന്നു വരണം വിചാരിച്ചിട്ടല്ലേ. അദ്ദേഹം ഒപ്പന പറഞ്ഞ ഒരു പെൺകുട്ടിയോട് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു. അതിനെതിരെ ശിശു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു, പോക്സോ ഇടണമെന്ന് പറയുന്നു. എന്തിനാണ്? കാര്യം എല്ലാവർക്കും എല്ലാരെയും ഏറിലാക്കണം. ഏതെങ്കിലും ഒരു വാക്ക് തെറ്റ് പറയാം. തമാശ പറഞ്ഞല്ലേ സാർ? ആരെങ്കിലും മനഃപൂർവ്വം മോശമായി പറയുന്നതാണ്. എന്തുകൊണ്ടാ ഇതെന്താ പറയണെന്ന് അറിയാമോ? ഇത് എന്തുകൊണ്ടാ പറയുന്നത്? കാര്യം ഇതിനെ ബോച്ചയുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേർ ഇന്നലെ ബോച്ചയും ദ്വയാർത്ഥം ഡോക്ടർ അരുൺകുമാറും ദ്വയാർത്ഥം. എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം? ഇനി അദ്ദേഹം അങ്ങ് പറയാം ശരിയായിരിക്കട്ടെ, ശാസനം നൽകി വിടട്ടെ.
ഡോക്ടർ അരുൺകുമാറിനെ പോലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ശരിയായില്ല. ഈ കേസെടുത്ത് പേടിപ്പിക്കുന്നത് പോലെ എന്ത് അർത്ഥത്തിലാണ് പരാതി പറയുകയും ചെയ്യുന്ന കേസിൽ അങ്ങനെ ശാസിച്ചു വിടുകയാണ്? ഈ കേസിൽ ആരെങ്കിലും പരാതി പറഞ്ഞോ? ബാലാവകാശം കേസെടുത്തല്ലേ? എന്ത് ഉത്തരവാദിത്തമുള്ളത്? അതിന്റെ കാരണവകാശം ഈ നാട്ടിൽ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ? ഈ പറയുന്നതല്ല, പറയുന്നത് വലിയ തത്വമാണ്. ഇന്നലെ ഞാൻ ആളെയല്ല, ഒരു പ്രമുഖ ഡിജിറ്റൽ മീഡിയ ഒരാളെന്നെ വിളിച്ചിരുന്നു. പുള്ളി സന്തോഷത്തോടാണല്ലോ ഇന്നലെ ഞാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് പറ്റി? ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ, തിരിച്ചാഞ്ഞടിക്കാൻ ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള വ്യക്തിപരമായ വിരോധം വല്ലതും ഉണ്ടോ? ഇത് ആശയപരമായി ഞങ്ങള് പരസ്പരം ഇരിക്കുമ്പോൾ അടിയാണ് സ്ഥിരം. അരുണിന്റെ പേര് അരുണെന്നും എന്റെ പേര് രാഹുൽ ആണെന്ന് ഒഴിച്ച് ഒരു കാരണത്തിൽ എനിക്ക് യോജിപ്പില്ല. പുള്ളി ഒരു ലെഫ്റ്റ് ലിബറലാണ്, ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ്. പക്ഷേ കിട്ടുന്ന അവസരത്തിൽ പോക്സോ പോലുള്ള ഇനി പോക്സോ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, മുമ്പ് നമ്മുടെ ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള സ്ത്രീകൾക്കെതിരെ വരെ ചോദിച്ചിട്ടില്ലേ? ഇതൊക്കെ ആൾക്കാരെ ഹരാസ് ചെയ്യാനും പേടിപ്പിക്കാനുള്ള തന്ത്രമാണ്. നിങ്ങൾക്കറിയില്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നാളെ നിങ്ങളുടെ വായിൽ നിന്നും ഇതേപോലെ ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയാണ് പോരാട്ടം നോക്കുക പറയുന്നേനെ, സ്വയം ഒരു ഉടുപ്പ് വേണ്ടേ? രാഹുൽ അങ്ങനെ ജാഗ്രത ഇല്ലെങ്കിൽ ബോച്ചെ പറയുന്നത് തെറ്റാണ് എന്ന് പലതവണ അങ്ങനെ പക്ഷെ ഒരു മിനിറ്റ് ആവശ്യമുണ്ടായിരിക്കും. ബോച്ചെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ്, ക്രൈം അല്ല. അല്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന്റെ കാര്യം ഞാൻ സിനിമാ നടന്മാരുടെ പേര് പറയുന്നില്ല, കാര്യം ആ പ്രമുഖ ആൾക്കാരുടെ ചില ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് പേര് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയാതെ പറയാം. ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സിനിമകളിൽ കാശടക്കം മേടിച്ച് റെമ്യൂണറേഷൻ മേടിച്ച് അത് നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് ആ കാലം മാറിയില്ലേ? 2 വർഷം മുമ്പുള്ള മോൺസ്റ്റേഴ്സിന്റെ കാലം മാറിയ ഞാൻ പേര് പറയേണ്ടത് വിചാരിച്ചാണ് നിങ്ങൾ. അതായത് മോൺസ്റ്റേഴ്സ് പ്രമുഖമായ ഒരു നടൻ ഈ പ്രമുഖമായ നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിലുള്ള ഒരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിന്റെ പേരുള്ള ലോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദ്വയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചിറങ്ങി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി കൂടി ഇത് പറയുമ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യാൻ എന്ത് പറയുന്നറിയോ? അതൊക്കെ സിനിമയല്ലേ എന്ന്. ഈ മര്യാദ കുറച്ചു കാലം മുമ്പ് നമ്മൾ ഒരു വരി കൂടി അല്ല മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ. കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ, മമ്മൂട്ടിയുടെ സംവിധാനം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഇരട്ടത്താപ്പ് കാരണമാണ് ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ താഴെ വരുന്ന കമന്റുകളിൽ 99% മാധ്യമങ്ങൾക്ക് എതിരാകുന്നത്. ഇത് കാരണമാണ്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ ഫോൺ ആ ദ്വയാർത്ഥ പ്രയോഗം പ്രൊമോട്ട് ചെയ്യാം. ആ ദ്വയാർത്ഥ പ്രയോഗം സെക്ഷലി കലർന്നതാക്കല്ലേ വേണം. ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ? ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ? അവർക്ക് ഓക്കെയാണെന്ന് വേണ്ടമാരും ഓക്കെയാണല്ലേ? അവർക്ക് ഓക്കെയാകില്ല. അല്ല ഒരു സെക്കൻഡ് സാർ, അവർക്ക് ഓക്കെയാകുന്ന ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ? ഇതിന്റെ പ്രശ്നം എന്താ? അതായത് ഹണി ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന പല എല്ലാവർക്കും അല്ല, ഹണി റോസിനെ വിമർശിക്കാൻ പോലും പാടില്ല. പക്ഷെ ബോച്ചയെ പരമാവധി നേട്ടയാണ്. ഹണി റോസ് അതായത് ബോച്ചെ പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കാം. പക്ഷെ ഹണി റോസിന് മിതത്വം വേണമെന്നുള്ള വാദഗതി പറഞ്ഞാൽ ഒരു പുരോഗമന ആകാശവും തകർന്നു വീഴാൻ പോലില്ല. ഇത് കപട പുരോഗമനവാദമാണ്. അതായത് കപട സദാചാരവാദം ഉള്ളതുപോലെ ഈ കപട പുരോഗമനവാദം കാരണമാണ് ആണുങ്ങളെ നിയന്ത്രണം ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഞാൻ ചാനലിന്റെ പേര് പറയാൻ മിനിഞ്ഞാന്ന് ഫ്ലവേഴ്സ് ന്യൂസ് 24 നിന്നപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകയായ വീഡിയോട് നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്തത് തെറ്റാണ്, ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കാമെന്ന് പോലും ചോദിച്ചു. ഒരു പൊസിഷനെ കമ്മിറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? പറഞ്ഞാൽ സ്ത്രീപക്ഷവാദി അല്ലാതായി പോകും, പറഞ്ഞാൽ പുരോഗമനവാദി അല്ലാതായി പോകും, പറഞ്ഞാൽ ലിബറൽ അല്ലാതായി പോകും. സത്യം പറയുന്നതാണ് സാർ പ്രധാനം. ഞാൻ ലിബറൽ അല്ല, പുരോഗമനവാദി അല്ല, ഫെമിനിസ്റ്റും അല്ല, 3 പേരെ കൊടുക്കുന്നവരാണ്. പക്ഷെ സത്യമൊന്നൊരു കാര്യമില്ലേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾ കൊടുക്കണമെന്ന് പോലുമില്ല. പക്ഷെ നിങ്ങൾ സ്വയം ആലോചിക്കണം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമില്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു കണ്ണടച്ച് കിട്ടാത്തതാണ്, അല്ലെങ്കിൽ ഒരു കള്ള പറയുകയാണ്. കാരണം എന്റെ ബോധ്യമല്ലേ എനിക്ക് പറയാൻ പറ്റും. എന്റെ ബോധ്യമല്ലേ എനിക്ക് പറയാൻ പറ്റും. ഹണി റോസ് ഇനി 2
ഹണിറോസിനെതിരെ വ്യാപകമായ വിമർശനമുണ്ട്, കേരളം മുഴുവൻ അവർക്കെതിരെ തിരിയുന്നു എന്ന് അവർക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് മാത്രമല്ലല്ലോ. അതായത് നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ മുഖ്യമന്ത്രി, ഒരു സൈഡിൽ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, ഒരു സൈഡിൽ പോലീസ് കേസിന്റെ പേടിപ്പെടുത്തൽ. അതായത് ഹണിറോസിനെതിരെ കമന്റ് ഇട്ട പലർക്കെതിരെ ഒരു കേസും. ശ്രദ്ധിച്ചുക, ഇത്രയും ഉണ്ടായിട്ടും രാഹുൽ ഈശ്വർ എന്ന ഒറ്റ വ്യക്തി പറയുന്ന വാക്കുകൾക്കും വിമർശനത്തിനും ഇത്ര പ്രാധാന്യവും സ്വീകാര്യതയും കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയും പോലീസും മാധ്യമങ്ങളും അല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ നോക്കിയാൽ അതിലെ ഒരു ചാനലിന്റെ ഇത് ഫ്ലവേഴ്സ് ന്യൂസ് 24 ആണു ടോപ്പ് ഇന്ത്യയിൽ, അതായത് കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്പർ 1 ട്രെൻഡിംഗ് ആയി. അതിന്റെ താഴെയുള്ള 10,000 കമന്റ് എടുത്തു നോക്കുക, ഒന്നോ രണ്ടോ കമന്റ് ഒഴിച്ച് 99.99% ഇതിനെ അംഗീകരിക്കലാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കല്ലേ ഇരുട്ടാവൂ, നാട്ടുകാർക്ക് ഇരുട്ടാവൂ. നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവും, നാട്ടുകാർക്ക് ഇരുട്ടാവും. ഇനി ഒരു കാര്യം കൂടെ, ഇതിനർത്ഥം ഞാൻ ഫ്ലോ ഒന്നും ഇല്ലാത്തതെന്നല്ല, ഞാൻ പല ചാനലുകളും പറഞ്ഞു, എനിക്ക് പറ്റിയ ഓണസ്റ്റ് ആയ ഒരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞു. നേരെന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ നേരില് ഒരു ചർച്ചാ സീനിൽ അഭിനയിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അതിജീവനാണെന്ന വാക്കിന്റെ കൂടെ ഞാൻ പറഞ്ഞുകൂടാത്ത പ്രാസ ഒപ്പിച്ച് മറ്റൊരു വാക്ക് ഒരു 5 ഡയലോഗിന് വേണ്ടി ഞാൻ പറഞ്ഞു. ചർച്ച ഓർഗാനിക് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ചർച്ച വെച്ചതാണ്. ആ വാക്ക് തികച്ചും തെറ്റാണ്. എന്നോട് അവിടെ ഞാനും മിനി മാഡം എന്നും അടിയാണ്. മിനി മാഡം എന്നോട് പറഞ്ഞു രാഹുൽ ഈശ്വർ ആ വാക്ക് ഉപയോഗിക്കരുത്, ആ വാക്ക് ശരിയല്ല. ഇപ്പൊ ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള സെറ്റിലെ ആൾക്കാരുണ്ട്, അവര് പറഞ്ഞു ശരിയല്ല, കറക്റ്റാണ് മാഡം, ആ പറഞ്ഞത് പോയിന്റ് ഉണ്ട്. കാര്യം ആ ഒരു വാക്ക് പോപ്പുലറൈസ് ആയാൽ ആ വാക്ക് വ്യാപകമായി എല്ലാ സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നാളെ ജെനുവിൻലി പരാതി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും. ആ വാക്ക് അതിനുശേഷം ഇന്ന് ഞാൻ എന്റെ അതിനുശേഷം ജീവിതത്തിലോ സാമൂഹിക മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ കാരണം നമുക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. പക്ഷേ ഇതിന് 3 വർഷം ബോച്ചയെ ജയിലിലിടണം എന്നൊരു നിർബന്ധ ബുദ്ധി ഹണിറോസ് പിടിക്കരുത്. ഇതിന് 3 വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത്. സോഷ്യൽ റോങ്ങിനെ സോഷ്യൽ റോങ് ആയി കാണണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ബോച്ചയ്ക്കെതിരെ മറ്റൊരു കോൺടെക്സ്റ്റിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയെ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിലും ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കൈയടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് കുറച്ചൊന്ന് സെക്ഷലി ടിറ്റിലേറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയടിക്കട്ടെ, ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞത്. ഇതൊന്നുമില്ലാതെ തമാശയ്ക്ക് ചാനലിൽ നിന്ന് ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ ലോറാക്കോ ആരാണെങ്കിലും XYZ ഇത് അല്ലെങ്കിൽ നാളെ ഞാൻ ഏതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ, ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനവാദം, ആണുങ്ങളെ ജയിലിലിടുന്നതാണ് പുരോഗമനവാദം. സ്ത്രീപക്ഷ സമീപനം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ നോട്ടവും വാക്കും കൊണ്ടോ പെണ്ണിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു. പണ്ട് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ IG പറഞ്ഞതുപോലെ പെൺകുട്ടിയെ 14 സെക്കൻഡ് നോക്കി നിന്നാൽ കേസ് എടുക്കാൻ പോകുന്നതൊക്കെ ഇല്ലെന്ന് പുള്ളിക്ക് അറിയാം, ഇല്ലെന്ന് നമുക്കും അറിയാം. പക്ഷെ ഇത് പറയുന്നത് എന്തിനാണ്? നിങ്ങളെ കൈയ്യടി കിട്ടാനാണ്, നിങ്ങളുടെ പറഞ്ഞ മാധ്യമങ്ങളുടെ കൈയ്യടി കിട്ടാനാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയൂ, ഒരു പോലീസിന്റെ IGക്ക് വകുപ്പൊന്നും അറിയാത്തല്ലോ, ഒരു പെൺകുട്ടിയെ 14 സെക്കൻഡ് നോക്കി നിന്നാൽ ആ പയ്യനെതിരെ കേസ് എടുക്കാൻ വകുപ്പുണ്ടെന്ന് IG ആയ നമ്മുടെ കേരള പോലീസിലെ സിംഗമായ നമുക്ക് എല്ലാ ആരാധനയുള്ള ഋഷിരാജ് സിംഗ് സാർ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കൈയടിക്ക് വേണ്ടിയാണ്. നിങ്ങൾ മീഡിയ ആക്കാരത് കൈയടിക്കും. ഋഷിരാജ് സിംഗിനെ പെട്ടെന്ന് സിംഗമാക്കും. എ നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ, ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ, അതായത് വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന വേദനിക്കുന്ന സ്ത്രീയെ രക്ഷിക്കുന്ന ആ യോദ്ധാവായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ചുകൂടെ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊണ്ടുവരണം. കുറച്ചുകൂടെ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ പൊതു ആറ്റിറ്റ്യൂഡ്. ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണിറോസിന്റെ പുറത്തെന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് ആണ്. അങ്ങനെയല്ല, ബോച്ചയ്ക്ക് തെറ്റ് പറ്റി, ആ തെറ്റ് അദ്ദേഹം ഏറ്റുവരാൻ. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോച്ചയോട് ചോദിച്ചത് നിങ്ങൾ എല്ലാം കേട്ടുക. പൊതു സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഇത് ഹൈക്കോടതി ചോദിച്ചതാണ്. അപ്പോ ബോച്ച തന്നെ അല്ലെങ്കിൽ ശ്രീ ബോബി ചെമ്മണ്ണൂർ തന്റെ അഡ്വക്കേറ്റുമായിട്ട് പറഞ്ഞു ശരിയാണ് സാർ, അത് തെറ്റാണ്, താൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. കോടതിയുടെ പോലും സമീപനം നോക്കൂ, രാഹുൽ ഈശ്വറിന് വേണ്ട, കോടതിയുടെ പോലും സമീപനം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് പരമാവധി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്താലാ സന്തോഷം. ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, നാളെ ഏതൊരു ആണിനെ കിട്ടിയാലും കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെന്ന് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത്. ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്കും ബാധകമാവും. നാളെ വ്യാജ പരാതിയോ അർത്ഥസത്യത്തിനുള്ള പരാതിയോ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിൽ പോകും. നിങ്ങളടക്കമുള്ള നമ്മളടക്കമുള്ള ആണുങ്ങൾ ഉള്ളിൽ പോകും. വേറെ ആരും കാണില്ല. കൂടെ നിൽക്കുന്നവർ തള്ളിപ്പറയും. കാര്യം കൂടെ നിൽക്കുന്നവർ തള്ളി പറഞ്ഞെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തെളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും, ഞാൻ ഇവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവന്റെ വിഷയത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കും.
എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആലങ്കാരികമായി പറയുകയാണ്. ഒരു വരി കൂടി പറഞ്ഞു സാർ, ഒരു വരി കൂടെ പറഞ്ഞു. എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ആലോചിക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വരനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബാക്കിയുള്ളവർ അവിടെയും അസ്പർശത കാണിക്കും, അൺടച്ചബിലിറ്റി കാണിക്കും. അവൻ പീഡകനായിട്ടുണ്ട്, അവൻ പീഡകനായി, പോക്സോക്കാരനായി, അവൻ പെർവേർട്ടായി, റേപ്പിസ്റ്റായി, കൊച്ചു കുട്ടികളെ ചെയ്യുന്നവനായി, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി. ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ, ഞാൻ വരാതിരിക്കാൻ, എനിക്ക് 2 ആൺമക്കളാണ്, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വരാതിരിക്കാൻ, ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും പുരുഷൻ ജയിലിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്നാണ്. ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാൻ ആ നിവിൻ പോളിയുടെ വ്യക്തിക്കെതിരെ, നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കാത്ത എന്താ പോലീസെ എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടോ? സാറേ കള്ളപ്പരാതിയായിരുന്നില്ലേ, നിങ്ങൾ തെളിയിച്ചില്ലേ, പിന്നെ എന്താ ആ കൊച്ചിനെതിരെ കേസെടുക്കാത്തത്, അല്ലെങ്കിൽ ഒരു പരാതി ഇടാത്തത് ചോദിക്കാത്ത എന്താ? നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന സെലിബ്രിറ്റിക്കോ ഉമ്മൻചാണ്ടിക്കോ കിട്ടാത്ത എന്ത് നീതിയാണ് എനിക്കോ നിങ്ങൾക്കോ കിട്ടാൻ പോകും? ഇത് ഇന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത്. ഇത് ഇന്ന് ഞാനും നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത്. നമ്മൾ ആരും തെറ്റിയോന്ന് അർത്ഥത്തിലല്ല, തെറ്റിയണമെന്നില്ലല്ലോ, വ്യാജപരാതി വന്നാൽ പോലെ. നാളെ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജപരാതി വന്നാൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല എന്ന് ഓർക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പം വളരെ സന്തോഷം, താങ്ക് യു. ഇനി ഇത്രയും ശക്തമായി പറഞ്ഞത് വേറെ കൊണ്ടല്ല, ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യുമെന്ന് എന്നെ എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏതെങ്കിലും രീതിയിൽ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ നിലപാടുമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകും. കാര്യം ഇത് വരും തലമുറകൾക്കുള്ളൊരു നിലപാടാണ്. ഏതെങ്കിലും സ്ത്രീജനങ്ങൾ ഇത് കേട്ട് അവർക്കെതിരെയുള്ള നിലപാടാണ് തെറ്റിദ്ധരിക്കരുത്. ഇത് സ്ത്രീകൾക്കെതിരെയുള്ളതല്ല, തീവ്ര ഫെമിനിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇത് ജയിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ഈ രാജ്യത്തിന് അപകടമാണ്. ഫെമിനാസി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഞാൻ ഓർപ്പാക്കേണ്ട വാക്ക് പറയുന്നില്ല. തീവ്ര ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാടിന് അപകടമാണ് എന്ന തിരിച്ചറിവ് വേണം. നമ്മുടെ കുടുംബ സംവിധാനങ്ങളും പുരുഷന്മാരും നിലനിൽക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്ത്രീകളുടെ പിന്തുണ അർപ്പിക്കുന്നു. താങ്ക് യു.